നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് പുതുവർഷത്തെക്കുറിച്ചാണ് പറയണേ. പുതുവർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ജനുവരി മാസം പുതുവർഷമായിട്ട് പറയും. അതേപോലെ തന്നെ മേടമാസം പുതുവർഷമായിട്ട് നമ്മളെടുക്കും. എങ്കിലും മലയാളികളുടെ പുതുവർഷം എന്ന് പറയുന്നത് ചിങ്ങമാസം 1-ാം തീയതി തൊട്ട് കർക്കിടകം വരെയാണ്. 1202 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി, 2026 ഓഗസ്റ്റ് മാസം 17-ാം തീയതി തൊട്ട് തുടങ്ങുന്ന ഒരു വർഷം ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു വർഷത്തെ വരവേൽക്കുമ്പോൾ ആ വർഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കണം. എപ്പോഴും ഒരു ടൈം ടേബിൾ നമ്മൾ പ്ലാൻ ചെയ്യണം. അതനുസരിച്ച് പോകാത്ത ഒരാളും രക്ഷപ്പെടില്ല, അതിന് സംശയം വേണ്ട. ഒരു ടൈം ടേബിൾ ഇല്ലാത്ത ഒരു സ്കൂളിലും കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല. എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല, ടൈം ടേബിൾ തയ്യാറാക്കും. അതേപോലെ തന്നെ നമുക്ക് ജീവിതത്തിന് ടൈം ടേബിൾ ഉണ്ടാവണം. അത് ഓരോ വർഷവും നമ്മളാണ് പ്ലാൻ ചെയ്ത് പോവേണ്ടത്. ഇന്ന് കുംഭൻ രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. അവിട്ട നക്ഷത്രത്തിൻ്റെ 2-ാമത്തെ പകുതി, ചതയം പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക. ഈ 2.25 നക്ഷത്രം അടങ്ങുന്ന കുംഭരാശിക്കാർക്ക് ശരിക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പുതുവർഷം അത്ര നല്ലതല്ല എന്ന് വെച്ച് പേടിക്കാനോ വിഷമിക്കാനോ അല്ല, ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയണേ. വളരെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകണം. 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ പുതുവർഷം അത്ര നല്ലതല്ല എന്ന് പറയാൻ കാരണം. ഒന്ന്, നിങ്ങൾക്ക് 7-ാണ്ട് ശനിയുടെ അവസാന സമയം നടക്കുകയാണ്. പാദശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. പാദശനി എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് അലച്ചിലുണ്ടാക്കും, ചുമ്മാ നടത്തിക്കും, കാര്യങ്ങളെല്ലാം ഇട്ട് ഇഴയ്ക്കും, കൂടുതൽ നടത്തിക്കും. മറ്റൊന്ന്, പ്രപഞ്ച ഗുരുവായ വ്യാഴമാണ് ഒരാളുടെ ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ പ്രാതിനിധ്യം കഴിച്ച ഗ്രഹം. ആ വ്യാഴമാവട്ടെ ഉച്ചത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ശത്രുഭാവത്തിൽ പോയി നിൽക്കുകയാണ്. 6-ലാണ് നിൽക്കണേ, 6-ാം ഭാവത്തിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ 2 ഗ്രഹങ്ങളുടെ പ്രവർത്തനവും നമുക്ക് ഓപ്പോസിറ്റാണ്. പ്രധാനപ്പെട്ട 2 പേരാണ്. ഇപ്പോൾ പ്രപഞ്ച ശക്തികളാണ്, ഗ്രഹങ്ങളെല്ലാം എനർജിയാണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി ഏറ്റവും പ്രധാനം ചെയ്ത് തരുന്നത് വ്യാഴമാണ്. ആ പോസിറ്റീവ് എനർജി കുറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷിക്കണം. ശത്രുഭയം ഉണ്ടാവും, ശത്രുക്കളുടെ എണ്ണം കൂടും. പ്രധാനമായിട്ട് അത് മേലുദ്യോഗസ്ഥരായാലും ശരി, കീഴുദ്യോഗസ്ഥരായാലും ശരി, നമ്മളാണ് സ്ഥാപനം നടത്തുകയാണെങ്കിൽ നമ്മളെ കീഴിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, വളരെ ശ്രദ്ധിക്കണം. കാരണം ആരും നിൽക്കത്തില്ല, എന്തെങ്കിലും കാരണങ്ങളുണ്ടാക്കി അവിടുന്ന് ഇറങ്ങിപ്പോവും. അപ്പോൾ ശത്രുക്കളെ എണ്ണം കൂടും, കാരണമില്ലാതെ ശത്രുക്കളുണ്ടാവും. അതുപോലെ തന്നെ ശാരീരിക അസ്വസ്ഥത, കാര്യതടസ്സം, രോഗാദി ദുരിതങ്ങൾ, സാമ്പത്തിക നഷ്ടം, ഇവയൊക്കെ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് അതിജീവിച്ച് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധിച്ച്, ഈ ഒരു വർഷമേ ഉള്ളൂ, ഒരു വർഷത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് ജാതകപ്രകാരം നല്ല സമയം നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ മാറിപ്പോവും. എല്ലാം മാറില്ല, 50% മാറിപ്പോവും. അപ്പോൾ നമുക്ക് എത്ര മോശ സമയം വന്നാലും നമുക്കതിനെ പരിഹരിക്കാം. ഒന്ന്, നമ്മൾ മനസ്സിലാക്കുന്നതാണ് എനിക്കിപ്പോൾ സമയം മോശം എന്ന് മനസ്സിലാക്കി നമ്മൾ ഓരോ പ്രവർത്തനത്തിലും നമ്മൾ മാറണം. അപ്പോൾ സമയത്തിനെ നമുക്ക് മാറ്റിക്കൊണ്ടുപോകാം. മറ്റൊന്ന്, സമയത്തെ മാറ്റി കൊണ്ടുപോകണം. മറ്റൊന്ന്, സമയത്തിൻ്റെ ഗതി മാറ്റി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. മറ്റൊന്ന്, ദൈവാധീനം കൊണ്ട് 50% മാറും. പ്രാർത്ഥന കൂട്ടണം. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് അമിതമായി പ്രാർത്ഥിക്കണം. ഇത് 2ഉം ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു വർഷത്തെ ഫലം മറ്റ് ആൾക്കാരെ പോലെ നമുക്ക് പോകാൻ പറ്റും. എടുത്തു ചാടി സാമ്പത്തിക ഇടപാടുകൾ ചെയ്യാതിരിക്കണം. പൈസയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ കേസിനും വഴക്കിനും ശത്രുതയ്ക്കും ഒക്കെ വഴിതെളിക്കും. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ നിങ്ങൾ ചെയ്യരുത്. ഈ ഒരു വർഷം സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് വിട്ടു നിൽക്കണം. പ്രത്യേകിച്ച് ഊഹ കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ബാങ്കിങ് മേഖലയാവട്ടെ, ലോട്ടറി ബിസിനസ് ആവട്ടെ, റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് ആവട്ടെ, ഇതിലൊക്കെ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട ഒരു വർഷം തന്നെയാണ്. ഈ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം ഞങ്ങൾ ഈ ചാനലിലൂടെ തന്നെ യൂട്യൂബ് ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ആ ലൈവിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് വിളിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനുവേണ്ടി നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടണും കൂടി അമർത്തുക. ഈ ദോഷ സമയവും നല്ല സമയവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ കുംഭരാശിക്കാർക്കും കുറച്ച് സമയദോഷം, കുറച്ച് സമയമുണ്ട്. അത് കാര്യമാക്കണ്ട. നമ്മൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.